അതെ, എപ്പോഴാ തിരിച്ചു വരിക? അറിഞ്ഞുകൂടാ. ഇന്നെന്റെ ചേട്ടന്റെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, നമുക്ക് പോവണ്ടേ? എന്നെ പ്രതീക്ഷിക്കണ്ട, നീ അങ്ങ് പോയിട്ട് വന്നാ മതി. അത് പിന്നെ അങ്ങനെയാണല്ലോ, എന്റെ വീട്ടിൽ ഒരു വിശേഷമുണ്ടെങ്കിൽ മാനേജർ സാർ ബിസിയാക്കുമല്ലോ. ഇതൊരു കുരിശായല്ലോ. ഒരുപാട് ഭാരമാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനും എന്റെ കുഞ്ഞും മാറിത്തരാം. അനുഭവിക്കും, ശരിക്കും അനുഭവിക്കും. സാറേ, ബോസ് സാറിനെ അന്വേഷിച്ചിരുന്നു. വന്നാലുടൻ ബോസിന്റെ ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. മാത്യു, 3 ദിവസം മുമ്പ് ഞാൻ അയച്ച മെയിൽ നോക്കിയോ? ഇല്ല സാർ, 2 ആഴ്ചയായി ഞാൻ സൈറ്റിലായിരുന്നു സാർ. ഇന്ന് രാവിലെയാണ് സാർ വന്നത്. നമ്മൾ വേൾഡ് ബാങ്കിന് അയക്കേണ്ട ആ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് എത്തണമെന്നായിരുന്നു ആ മെസ്സേജ്. സാർ, അത് കഷ്ടമാണ് സാർ. സാറൊന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ അത്... നിർത്തോ. മെയിൽ അയക്കണം, വിളിച്ചു പറയണം, ഞാൻ തന്നെ വരച്ചു തരണം എന്നായിരിക്കുമല്ലേ? നമുക്ക് കരാർ കിട്ടിയില്ലെങ്കിൽ അമേരിക്കൻ ഹെഡ് ഓഫീസ് എന്ത് തീരുമാനമെടുക്കുമെന്ന് നമുക്കറിയത്തില്ല. തന്റെ ജോലി തന്നെ അപകടത്തിലാണ്, മനസ്സിലായോ? സാർ, ഗെറ്റ് ഔട്ട്. സർ, എനിക്കിന്നൊരു ദിവസത്തേക്ക് ലീവ് വേണം. നിർത്തലോ. മനുഷ്യനിവിടെ തീ പിടിച്ചു നിൽക്കുമ്പോളാ അവന്റെ ഒരു അവധി അപേക്ഷ. അതെ, ആ ഡ്രോയിങ് ഞാൻ തീർത്തിട്ടുണ്ട്. അത് ഞാൻ ജോജിക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തനിക്ക് ഒരു കോപ്പി വെച്ചിട്ടുണ്ട്. താനത് ജോജിയോട് പറഞ്ഞ് അത് ഡിജിറ്റലാക്കി എനിക്കൊരു മെയിൽ അയക്കാൻ പറഞ്ഞേരെ. സാറേ, ജോജി സാറിനെ രാവിലെ കണ്ടതാ, പുള്ളി ഇതുവരെയും വന്നിട്ടില്ല. ഇത്രയ്ക്കും ധിക്കാരമാണോ? ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ ജോലി ചെയ്യുന്നവരെ നമുക്കിവിടെ വേണ്ട. താനൊരു കാര്യം ചെയ്യ്, HR-നെ വിളിച്ച് ജോജിയുടെ റീപ്ലേസ്മെന്റ് ഉടനെ തന്നെ നടത്താൻ പറയണം. പിന്നെ ആ ഒരു ഫ്രീലാൻസർ ഉണ്ടല്ലോ, അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക. നാളെ ആ ഡ്രോയിങ്സ് ഡിജിറ്റലാക്കി അതെനിക്ക് 9:30 ആവുമ്പോൾ എൻ്റെ ഓഫീസിൽ കൊണ്ടുവരണം. അതെ, നാളെ ഈ പ്രൊജക്ട് ബുക്ക് വേണമത്രേ. മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാണ്. നാളത്തെ ആവശ്യം ഇന്നാണ് അറിഞ്ഞത്. അത് മോളോട് ചോദിക്ക്. ഇത്രയും ദിവസം നീ എന്നാ ചെയ്യായിരുന്നു?
മാത്യു, മോനെ മാത്യു, ശാന്തനാകുക. എന്തുപറ്റി? എല്ലാം തകർന്നു പിതാവേ. മോനെ, മനുഷ്യരല്ല, ദേഷ്യമാണ് നമ്മുടെ ശത്രു. നിനക്ക് ദേഷ്യം വന്നപ്പോൾ അത് നീ നിന്റെ ഭാര്യയുടെ അടുത്ത് കാണിച്ചു. അപ്പോൾ നിന്റെ ഭാര്യയ്ക്ക് വന്ന ദേഷ്യം നിന്റെ അടുത്തും എടുത്തു. രണ്ടും കൂടി ആയപ്പോൾ നീ നിന്റെ ബോസിനെ കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി. ഇത് കണ്ട് നിന്റെ ബോസ് നിന്നെ ശകാരിച്ചു. തിരിച്ച് ബോസിനോട് എതിർക്കാൻ പറ്റാത്തതുകൊണ്ട് നിന്റെ കോപം നീ ഉള്ളിൽ ഒതുക്കി. സന്ദർഭം കിട്ടിയപ്പോൾ ആ ദേഷ്യമെല്ലാം നീ നിന്റെ കീഴ് ഉദ്യോഗസ്ഥനായ ജോജിയോട് കാണിച്ചു. പിറ്റേ ദിവസം ജോജി ഓഫീസിൽ വന്നില്ലെന്നറിഞ്ഞപ്പോൾ നിന്നിലെ ദേഷ്യം പതിമടങ്ങായി. ഇതെല്ലാം നീ പോയി വീട്ടിൽ നിന്റെ ഭാര്യയോടും മകളോടും കാണിച്ചു. ഇതല്ലേ സംഭവിച്ചത്? ഇപ്പോൾ പറയേ, തെറ്റ് എവിടെ നിന്നാണ് ഉണ്ടായത്? ഉവ്വ പിതാവേ, തെറ്റ് എന്റേതാണ്. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല. മകനെ, ശാന്തനാകൂ, സൗമ്യപ്പെടൂ, എല്ലാം ശരിയാകും. അതല്ല പിതാവേ, എന്റെ ജോലി ഇപ്പോൾ അപകടത്തിലാണ്. ഈശോ നമ്മളെ പഠിപ്പിച്ചതെല്ലാം നീ മറന്നുപോയോ? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കും എന്നല്ലേ തിരുവചനം പറയുന്നത്? ഇന്ന് നിന്റെ സംസാരവും പ്രവൃത്തിയും ദൈവനീതിക്ക് അനുയോജ്യമാണോ? നിന്റെ ദേഷ്യമല്ലേ അതെല്ലാം തകർത്തത്? ദൈവരാജ്യം എന്ന് വെച്ചാൽ സ്നേഹം, സമാധാനം, സന്തോഷം എന്ന് നീ കേറ്റീസം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ഇല്ല ഇല്ല, എനിക്ക് വലിയ തെറ്റുപറ്റി. എന്തു പറ്റി? പറയൂ മനുഷ്യ, എന്തു പറ്റി? സ്വപ്നം വല്ലതും കണ്ടോ? കുടിക്കൂ, എന്നിട്ട് ശാന്തനാകൂ. കുടിക്കൂ. പ്രാർത്ഥിച്ചിട്ട് അകത്ത് വന്ന് കിടക്കൂ. ഗുഡ് മോർണിംഗ് ചേച്ചി. വരൂ നാൻസി. ഗുഡ് മോർണിംഗ്. ചേച്ചി, ഞാൻ ഈ പാത്രം തരാൻ വന്നതാ. ചേച്ചിയുടെ മുഖത്തെന്താ ഒരു വാട്ടം? അതിന്നല്ലേ ഇച്ചാനുമായിട്ടൊന്ന് ഉടക്കി. ചേച്ചി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എൻ്റെ കെട്ടിയോൻ സാറിൻ്റെ ഓഫീസിലല്ലേ ജോലി എടുക്കുന്നേ. പുള്ളി പറഞ്ഞു ഓഫീസിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന്. സാറിൻ്റെ ജോലി പോലും അപകടത്തിലാണത്രേ. എന്റെ ഈശോയെ. ശരി ചേച്ചി, കൊച്ചങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടണം. ഞാൻ ഇറങ്ങട്ടെ. ആ, ഞാൻ പോയിട്ട് വരട്ടെ. ആ ശരി, ധൈര്യമായിട്ട് പൊയ്ക്കോ. ഞാൻ പ്രാർത്ഥിക്കാം. ഞാനും പ്രാർത്ഥിക്കാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ജെൻസി. ജോജി സർ വന്നിട്ടുണ്ട്. സാറിന്റെ ക്യാബിനിൽ ഇരുത്തിയിട്ടുണ്ട്. ശരി ജെൻസി, താങ്ക് യു സോ മച്ച്. സർ ഫ്രീലാൻസിംഗ് ഡിജിറ്റൽ ക്രിയേറ്റർ 10 മണിക്കേ വരാൻ പറ്റൂ എന്നു പറഞ്ഞു. സാറിനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണ്ട ജെൻസി, നമുക്ക് ജോജി മാത്രം മതി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ജോജി, ഇരിക്കൂ. പറ ജോജി, എന്തു പറ്റി? അല്ല സർ, ഇന്നലെ ഭാര്യയ്ക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു. എന്റെ ഈശോയെ, തന്റെ ഈ അവസ്ഥ മനസ്സിലാക്കാതെ എന്തൊക്കെയോ ഞാൻ വിളിച്ചു കൂവി. ഐ ആം വെരി സോറി ജോജി. അയ്യോ, അത് വിട് സാറേ, ഞാനത് അപ്പോഴേ വിട്ടുകളഞ്ഞു. ഭാര്യയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് ജോജി? അത് പ്രശ്നമില്ല സർ, അതൊരു ചെറിയ സർജറി ആയിരുന്നു. പിന്നെ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ അവൾക്കതൊരു ആശ്വാസമാണ് എനിക്കും. അതെ, അതാണ് ശരി. ഇന്നലെ ബോസ് വിളിച്ചിരുന്നു. ആ ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ട തീയതി പ്രീപോണ്ടായെന്ന്. അതെ, ഇന്ന് 12 മണിക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാനാകെ തളർന്ന് ടെൻഷനിലായി. അതാണ് ഞാൻ അത്രയും ദേഷ്യപ്പെട്ടത്. ഐ ആം വെരി സോറി ജോജി. അതുകൊണ്ട് സാറേ, സാർ ഇന്നലെ അയച്ച മെയിൽ ഞാൻ ഇന്നലെ രാത്രി തന്നെ കണ്ടായിരുന്നു. അപ്പോൾ തന്നെ അത് മൊബൈലിൽ വെച്ച് ഡിജിറ്റലാക്കി സാറിനും കൂടെ അത് മെയിൽ ചെയ്തായിരുന്നു. സാറിനത് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഉവ്വോ, ഈ അവസ്ഥയിലും താനത് ചെയ്തു തീർത്തത് വലിയൊരു കാര്യം തന്നെയാണ്. ഐ എം വെരി പ്രൗഡ് ഓഫ് യു. താങ്ക് യു സർ. എന്നാൽ ഞാനപ്പോൾ
ആ താൻ വിട്ടോടോ. മെയിൽ അയച്ചോ? അയച്ചു സർ. അമേരിക്കക്കാർ പ്രതികൂലമായ തീരുമാനമെടുത്താൽ പേടിക്കണ്ട. അല്ലെങ്കിൽ എനിക്കറിയാവുന്ന 2-3 സ്ഥാപനങ്ങളുണ്ട്. തൽക്കാലം പിടിച്ചു നിൽക്കാൻ നമുക്കൊരു ജോലി സംഘടിപ്പിക്കാം. ശരി സർ. ആ വന്നോ? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തു പറ്റി? നമ്മൾ ചെയ്യേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഓ, ഇന്നാലിനി വിഷമിക്കണ്ട. കർത്താവിന് വിട്ടുകൂട്. കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ലല്ലോ. ശരി, ഞാൻ പോയി എളുപ്പം ഒരു ചായ എടുക്കാം. അതുവരയ്ക്കും കുഞ്ഞിനോട് സംസാരിച്ചിരിക്കൂ. ആരാ ആരാ? ബോസാ. എടുക്കൂ. ഹലോ മാത്യു, അഭിനന്ദനങ്ങൾ. വൻ കമ്പനികൾ സമർപ്പിച്ച പ്രപ്പോസൽ 6 ഉണ്ടായിരുന്നു. നമ്മുടേത് 7ാമതും. ഈ 7 ഡ്രോയിങ്ങിൽ നിന്ന് വേൾഡ് ബാങ്ക് സ്വീകരിച്ച് അപ്രൂവ് ചെയ്തത് നമ്മുടെ കമ്പനിക്ക് വേണ്ടി താൻ സമർപ്പിച്ച ഡ്രോയിങ് ആണ്. അതേടോ, കരാർ നമുക്കതിന് ലഭിച്ചിരിക്കുന്നു. സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്. അതുമാത്രമല്ലടോ, തനിക്ക് പ്രൊമോഷൻ ലഭിച്ചിരിക്കുന്നു. ശമ്പളം ഇരട്ടി, കമ്പനി വക കാറ്, കമ്പനി വക വീട്. താൻ രക്ഷപ്പെട്ടിടോ. എൻജോയ്. നന്ദി ചൊല്ലാം, ആരാധിക്കാം, ദൈവനാമം പാടി പുകഴ്ത്താം. നന്ദി ചൊല്ലാം, ആരാധിക്കാം, ദൈവനാമം പാടി പുകഴ്ത്താം. ചിതറിപ്പോയെന്ന് കരുതിയ പളുങ്കു പാത്രത്തെ ചേർത്തുവെച്ച നിൻ കരുതലിനെ നന്ദി ചൊല്ലാം, ആരാധിക്കാം, ദൈവനാമം പാടി പുകഴ്ത്താം. നന്ദി ചൊല്ലാം, ആരാധിക്കാം, ദൈവനാമം പാടി പുകഴ്ത്താം.